വെൽക്കം ടു വൺസ്. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ്. നമ്മുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അതിന്റെ കാറ്റഗറി നമ്പർ 96/2025 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ബിടെക് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും നല്ല സുവർണ അവസരമാണ്. ഇതൊരു നല്ല ഗസറ്റഡ് പോസ്റ്റ് ആണ്. നമുക്ക് ഒരു ചീഫ് ഇൻസ്പെക്ടർ വരെ എക്സ്പീരിയൻസ് അനുസരിച്ച് ചീഫ് ഇൻസ്പെക്ടർ വരെ എത്തിപ്പെടാൻ പറ്റിയ ഒരു നല്ലൊരു പോസ്റ്റാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഈ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇതിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ്, പിന്നെ ഇതിന്റെ എക്സ്പെക്റ്റഡ് സിലബസ്. അപ്പൊ നമ്മുടെ കറണ്ട് സിലബസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ വൺസ് ലോഞ്ച് ചെയ്യുന്ന പുതിയ കോഴ്സിന്റെ ഡീറ്റെയിൽസും കൂടെ പറയാനായിട്ടാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ പോവാം. ഇവിടെ നോക്കുക, ഗസറ്റഡ് ഡേറ്റ് 17/6/2025 ഈ നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കുക 16/7/2025. ഓക്കെ, അപ്പൊ ഈ ഡേറ്റിനുള്ളിൽ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് 2025 പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിനും ഇത് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നോക്കുക, ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്? കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇത് വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ നെയിം അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. നോക്കുക, ഇവിടെ വളരെ അട്രാക്റ്റീവ് ആയ സാലറി സ്കെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും വീണ്ടും റിവൈസ് ചെയ്ത് വന്ന സാലറി സ്കെയിലാണ്. ഇതിന്റെ വേക്കൻസി പറയുന്നത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ്. ഓക്കെ, അപ്പൊ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. 2013 വന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 9 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിൽ അഡ്വൈസ് പോയത് 98 ആണ്. അപ്പൊ അത്രയും അഡ്വൈസ് 2013 നോട്ടിഫിക്കേഷനിൽ പോയി. അതുപോലെ തന്നെ 2020 വന്ന നോട്ടിഫിക്കേഷനിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതുവരെയുള്ള ലിസ്റ്റ് അനുസരിച്ച് 35 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് ഇനി നെക്സ്റ്റ് ഒരു ഇയർ കൂടെ ഉണ്ട്. നെക്സ്റ്റ് ഇയർ കൊണ്ട് ബാക്കിയുള്ള അഡ്വൈസുകളും കൂടെ ഇനി വിളിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതിലൊരു 90 minutes 100 മാർക്കിന്റെ OMR ക്വസ്റ്റ്യൻസ് എക്സാം ഉണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ഉണ്ട്, 20 മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ട്. ഇതിന്റെ ഏജ് ലിമിറ്റ് 22 to 36 ആണ്. ഇതിൽ വളരെ സ്പെസിഫൈ ആയിട്ട് പറയുന്നുണ്ട്, ദ ഓൺലി കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/1989 ആൻഡ് 1/1/2003. ഓക്കെ, ഇതിനുള്ളിലുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ SC/ST കാർക്ക് ഏജ് റിലാക്സേഷനും ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുക. എന്താണ്? മസ്റ്റ് പോസസ് എ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബിടെക് BE ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ നമുക്ക് ഇനി ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു 2020 നോട്ടിഫിക്കേഷൻ, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2020 വന്നത്. അപ്പൊ അതിന്റെ എക്സാം നടന്നത് 2022 June 30 അതിന്റെ എക്സാം നടന്നത്. അപ്പോൾ ആ എക്സാം അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് വന്നത് 2023 August 3 റാങ്ക് ലിസ്റ്റ് വന്നത്. ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് 35 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടില്ല. ആ റാങ്ക് ലിസ്റ്റ് 2026 August 2 വരെയുണ്ട്. ഓക്കെ, അപ്പൊ അതിനുള്ളില് ബാക്കിയുള്ള അഡ്വൈസുകൾ വിളിക്കും. ഓക്കെ, അപ്പൊ 35+ ഉണ്ടായിരിക്കും ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 64.67 ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെ മാർക്ക് 83.33 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ ഒരു PSCയുടെ രീതി അനുസരിച്ച് പറയുവാണെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുമ്പോൾ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെന്നാണ്. അപ്പോൾ 2026 August 2 റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുകയാണെങ്കിൽ ഇതിനു മുന്നേ തന്നെ എക്സാമും അതിന്റെ ഇന്റർവ്യൂവും റാങ്ക് ലിസ്റ്റും എല്ലാം വന്നിരിക്കണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇയർ ഒരു January to April
ആ മാസത്തിനുള്ളിൽ നമുക്ക് ഒരു എക്സാം പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ എക്സാം ഒരു ജനുവരി ടു ഏപ്രിൽ ആ ഒരു റേഞ്ചിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നോക്കുക, എന്നാണ് റാങ്ക് ലിസ്റ്റ് വന്നത്? 3/8/2023. അതുപോലെ തന്നെ ടോട്ടൽ അഡ്വൈസ് 35 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് വന്ന അഡ്വൈസ് പോയ ഡേറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് 29/5/2025. അപ്പൊ ഇനി നെക്സ്റ്റ് അഡ്വൈസ് ഇനി ഒരു 1 ഇയർ വാലിഡിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ ഇത് റാങ്ക് ലിസ്റ്റ് ആണ്. റാങ്ക് ലിസ്റ്റില് ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെ മാർക്കാണ് 83.33. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ മാർക്കാണ് 11. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതുവരെ നമുക്ക് നിലവിലുള്ള കറണ്ട് സിലബസ് വെച്ചിട്ട് നമുക്ക് വളരെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം. അപ്പൊ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലാണ് എക്സാമിന്റെ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് വളരെ നന്നായിട്ട് ഇതെല്ലാം കവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സാമിന്റെ ആ ടൈമിനോട് അടുത്താണ് ലേറ്റസ്റ്റ് സിലബസ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അതും ഇതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് സിലബസ് പോലെ തന്നെയായിരിക്കും, കോർ സബ്ജക്ട് തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സിലബസ് വരാൻ വേണ്ടി ഇനി വെയിറ്റ് ചെയ്യരുത്, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ എക്സ്പെക്റ്റഡ് സിലബസ്, നമ്മുടെ കറണ്ട് സിലബസ് പ്രീവിയസ് ഇയറിന്റെ നമുക്കൊന്ന് നോക്കാം. ഇതിൽ മെയിൻലി 100 മാർക്കിന്റെ 10 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിനും 10 മാർക്ക് വെച്ചാണ്. ഇലക്ട്രിക് സർക്യൂട്ട് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇലക്ട്രിക് സർക്യൂട്ട് നമ്മൾ ബേസിക് ഇലക്ട്രിക്കലില് ഫസ്റ്റ് ഇയറിൽ പഠിച്ച എല്ലാ പോർഷൻസും തന്നെ ഇതിലുണ്ട്. ക്രിച്ചോഫ്സ് ലോ, അങ്ങനെ ലോസ്, അനാലിസിസ് ഓഫ് എ കപ്പിൾഡ് സർക്യൂട്ട് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട്സ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ നോക്കി, മാഗ്നറ്റിക് സർക്യൂട്ട്, അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് ദ മീഡിയം. അതിനും 10 മാർക്ക് തന്നെയാണ്. എല്ലാ ചാപ്റ്റേഴ്സിനും 10 മാർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇതെല്ലാം ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോർഷൻസ് ആണ്. ഓക്കെ, ദെൻ DC ജനറേറ്റർ, ഇത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, ഇൻഡക്ഷൻ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, ആൾട്ടർനേറ്റർ, ഇതെല്ലാം ഈ DC ജനറേറ്റർ എന്ന് പറയുന്ന ഈ സെഷനിൽ വരുന്നതാണ്. ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ബേസിക് നമ്പർ സിസ്റ്റം, അതിന്റെ കൺവേർഷൻസ്, അതുപോലെ തന്നെ മൈക്രോ പ്രോസസർ, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. ബേസിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റത്തിന്റെ കൺവേർഷൻസ്, അതൊക്കെ സാധാരണ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ദെൻ വരുന്നത് പവർ സിസ്റ്റം. പവർ സിസ്റ്റത്തിലെ ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ജനറേഷൻ, അതിന്റെ എല്ലാ ഏരിയയിൽ നിന്നും, അതുപോലെ തന്നെ അതിന്റെ റിലേസ്, പ്രൊട്ടക്ഷൻ ഡിവൈസ്, എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പവർ സിസ്റ്റത്തിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് കൺട്രോൾ സിസ്റ്റം. കൺട്രോൾ സിസ്റ്റത്തിൽ എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഫസ്റ്റ് ഓർഡർ സിസ്റ്റം എന്താണ്, സെക്കൻഡ് ഓർഡർ സിസ്റ്റം എന്താണ്, അതിന്റെ എറർ കോഎഫിഷ്യൻസ്, അതിന്റെ അനാലിസിസ്, റൂട്ട് ഹർവിസ് ക്രൈറ്റീരിയ, അങ്ങനെ സ്റ്റെബിലിറ്റി അനാലിസിസ്, ഇതെല്ലാം ഈ കൺട്രോൾ സിസ്റ്റത്തിൽ വരുന്നതാണ്. ദെൻ പവർ ഇലക്ട്രോണിക്സ്. പവർ ഇലക്ട്രോണിക്സിലെ ഓരോ ഡിവൈസസ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ ഗ്രാഫുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്തൊക്കെയാണ്, അതെല്ലാം പവർ ഇലക്ട്രോണിക്സിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ദെൻ മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. അപ്പൊ ഇതിൽ വരുന്നത് എന്തൊക്കെയാണ്, എറേഴ്സ്, അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, ഇൻഡിക്കേഷൻ ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെ അതുപോലെ തന്നെ മെഷർമെന്റ് ഓഫ് പവർ മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്, അങ്ങനെ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്, മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ എല്ലാം നമ്മുടെ ഓസിലോസ്കോപ്പ്, അങ്ങനെ ഓരോ പോർഷൻസ് എല്ലാം ഇതിൽ കവർ ചെയ്യുന്നതാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻസ്ട്രുമെന്റ്സിന്റെ, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. അപ്പൊ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിഗ്നൽസ്, എങ്ങനെയാണ് സിഗ്നൽസ് കൺവേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ സ്റ്റെബിലിറ്റി, അതിന്റെ ലീനിയർ, അതിന്റെ സാമ്പിളിംഗ് പ്രോസസ്സ്, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലുണ്ട്. ഇത് മറ്റ് പോർഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചാണുള്ളൂ. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ബാറ്ററീസ്, വയറിങ്, അതുപോലെ തന്നെ ഇല്യൂമിനേഷൻ, ഇത്രയും പോർഷൻസ് ട്രാൻസ്ഡ്യൂസറിലുണ്ട്. അപ്പൊ നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഇല്യൂമിനേഷൻ, വയറിങ്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് കേട്ടോ. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ കറണ്ട് സിലബസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം.
അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വൺസ് പുതിയ ക്ലാസ്സസ് എല്ലാം ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ കോഴ്സ് ഹൈലൈറ്റ്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ കോഴ്സിൽ നമുക്ക് സ്മാർട്ട് ക്ലാസ് വീഡിയോസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിൻ്റെ സ്മാർട്ട് ക്ലാസ് വീഡിയോസ് ആണ്. പിന്നെ ഈ മെറ്റീരിയൽസ് നമുക്ക് PDF ആയിട്ടും ഡൗൺലോഡ് ചെയ്യാൻ പാകത്തിന് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. PDF ആയിട്ട് നമുക്ക് നോട്ട് പഠിക്കാൻ കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് വരുന്നതാണ് ടെസ്റ്റ് സീരീസ്. നമ്മൾ ഒരുപാട് ടെസ്റ്റസ് അപ്പിയർ ചെയ്താലാണ് നമുക്ക് അത് എക്സാമിന് ടൈം ആകുമ്പോഴത്തേക്കും വളരെ ഫാസ്റ്റിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റ് സീരീസ് നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആപ്പിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രൊവിഷനും കൂടെ ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ PYQ കോഴ്സ് കൂടെ ഞങ്ങൾ ആഡ് ഓൺ ആയിട്ട് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ PYQ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകാലത്ത് ഇത് മുന്നേ നടന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ എക്സാമുകൾ എല്ലാ എക്സാമിന്റെയും PYQ വിത്ത് സൊല്യൂഷൻ ആണ് ഈ ഇലക്ട്രിക്കൽ PYQ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഫില്ല് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വളരെ സ്മാർട്ടായിട്ട് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം വൺസിനോടൊപ്പം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.